എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കടവൂർ മുതൽ നീരാവിൽ പാലം കുരീപ്പുഴ വരെയുള്ള നാഷണൽ ഹൈവേ 66ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. വീഡിയോ ആരംഭിക്കുന്നത് മങ്ങാട് പാലം കഴിഞ്ഞ് കോട്ടയ്ക്കകം ഭാഗത്തു നിന്നാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ കോൺക്രീറ്റ് ഭിത്തിയുടെ നിർമ്മാണമാണ് നടക്കുന്നത്. ഇവിടെ നിന്നും നേരെ മുന്നോട്ട് കടവൂർ ഭാഗത്തേക്ക് പോകാം. കല്ലുംതാഴം മുതൽ മങ്ങാട് പാലം വരെയുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഐക്കാർഡിൽ ആഡ് ചെയ്തേക്കാം. കടവൂരിലെ അണ്ടർപാസ് ഉയർന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ അതിനോട് അനുബന്ധമായിട്ടുള്ള ആറിയവാളിൻ്റെ വർക്കാണ് നടക്കുന്നത്. പഴയ ബൈപ്പാസ് റോഡിൽ നിർമ്മിച്ചിരുന്ന ആറിയവാൾ ബ്ലോക്കുകൾ കുറേയൊക്കെ പൊളിച്ച് മാറ്റിയിട്ടാണ് പുതിയ വർക്ക് നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പുതുതായി നിർമ്മിക്കുന്ന ആറിയവാൾ ബ്ലോക്കുകളാണ്. ഈ റോഡിൻ്റെ മറു സൈഡിലുള്ള സർവീസ് റോഡിൽ പഴയ ആറിയവാൾ ബ്ലോക്കുകൾ പൊളിക്കുന്ന വർക്കാണ് നടക്കുന്നത്. ഇത് തിരിച്ചു വരുന്ന വീഡിയോയിൽ കാണാം. കല്ലുംതാഴത്തെ അണ്ടർപാസ് പോലെ തന്നെ ഇവിടത്തെയും അണ്ടർപാസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. പെയിൻറ്റിംഗ് വർക്കും ഫിനിഷായിട്ടുണ്ട്. നാഷണൽ ഹൈവേ 183 കൊല്ലം ഡിണ്ടിഗൽ ദേശീയപാതയാണ് ഈ അണ്ടർപാസിനടിയിലൂടെ കടന്നു പോകുന്നത്. അണ്ടർപാസിൻ്റെ രണ്ട് സൈഡിലും ആറിയവാൾ ബ്ലോക്കിൻ്റെ വർക്കാണ് നടക്കുന്നത്. ഇവിടെ സർവീസ് റോഡിൻ്റെ ഫസ്റ്റ് ലെയർ താറങ്ങി മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. കല്ലുംതാഴം മുതൽ മങ്ങാട് വരെ ഉള്ള വീഡിയോ ചെയ്തപ്പോൾ സർവീസ് റോഡിന് പല ഭാഗങ്ങളിലും വീതി കുറവായി കണ്ടു. അതുപോലെ തന്നെ ഇപ്പോൾ കടവൂർ മുതൽ പോകുമ്പോൾ സർവീസ് റോഡുകൾ പല ഭാഗങ്ങളിലും ഇടുങ്ങിയതുപോലെയാണ് കാണപ്പെടുന്നത്. കടവൂരിലെ അണ്ടർപാസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു എൻട്രി പോയിൻ്റ് കാണാം. ഇവിടെ നിന്നും നേരെ പോകുന്നത് നീരാവിൽ പാലത്തിലേക്കാണ്. പാലത്തിനോട് ചേർന്നുള്ള മെയിൻ റോഡിൻ്റെ ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആക്കി. ഇപ്പോൾ അവിടെ ആറിയവാൾ ബ്ലോക്കുകൾ അടുക്കി വച്ചിരിക്കുകയാണ്. അതുവഴി ഗതാഗതം തുടങ്ങിയിട്ടില്ല. നീരാവിൽ പാലവും മങ്ങാട് പാലം പോലെ തന്നെയാണ്. പഴയ പാലം നിലനിർത്തിക്കൊണ്ട് അതിനോട് ചേർന്ന് പുതിയ പാലം നിർമ്മിക്കുന്ന വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. പാലത്തിൻ്റെ ഒരു ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്ക് നടന്നിട്ടുണ്ട്. മറ്റു പാലത്തെ അപേക്ഷിച്ച് നീരാവിൽ പാലത്തിൽ സർവീസ് റോഡ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇവിടെയും ടോപ്പ് കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം
ക്രാഷ് ബാരിയറുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള കമ്പികൾ കെട്ടിവെച്ചിട്ടുണ്ട്. പഴയ പാലത്തിലെ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗം കുറച്ചൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തെ കോൺക്രീറ്റ് ഭിത്തിയുടെ നിർമ്മാണമാണ് നടക്കുന്നത്. നീരാവിൽ പാലം കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ സർവീസ് റോഡ് അല്പം ഉയരത്തിലാണ് കടന്നു പോകുന്നത്. മെയിൻ റോഡിൻ്റെ ഒരു വശത്തെ ടാറിംഗ് വർക്ക് കഴിഞ്ഞു. അവിടെ കുറച്ച് ആറി വാളുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. പഴയ റോഡ് വഴിയാണ് ഇപ്പോഴും ഗതാഗതം നടക്കുന്നത്. നീരാവിൽ പാലത്തിൽ എത്തുന്നതിന് മുന്നേ ഒരു എൻട്രി പോയിൻ്റ് നിങ്ങൾ കണ്ടു. ഇപ്പോൾ പാലം കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ഒരു എക്സിറ്റ് പോയിൻറ്റും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ പാലത്തിൽ ഒരു സർവീസ് റോഡ് വരാനുള്ള ചാൻസ് കുറവാണ്. എക്സിറ്റ് പോയിൻ്റ് വഴി നമുക്ക് സർവീസ് റോഡിലൂടെ കുറച്ചു ദൂരം പോയി നോക്കാം. കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ അണ്ടർപാസ് പൂർണ്ണമായും പൊളിച്ചു മാറ്റി പൈലിംഗ് വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു സൈഡിലുള്ള അണ്ടർപാസിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പൂർണ്ണമായും പൊളിച്ചു മാറ്റിയിരിക്കുന്നത്. വീഡിയോയിൽ വ്യക്തമായി കാണാം പൈലിങ്ങിൻ്റെ വർക്ക് നടക്കുന്നത്. ഇവിടെ നിന്നും മുന്നോട്ട് പോയാൽ സർവീസ് റോഡ് അല്പം ഉയരത്തിലും മെയിൻ റോഡ് അല്പം താഴെയുമായിട്ടാണ് കടന്നു പോകുന്നത്. മെയിൻ റോഡിൻ്റെ വർക്കും നടക്കുന്നുണ്ട്. ഇവിടെ നിന്നും നേരെ കുരീപ്പുഴ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെയായിരുന്നു പഴയ ടോൾ ബൂത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ ടോൾ ബൂത്ത് എല്ലാം പൊളിച്ചു മാറ്റി ആ ഭാഗത്ത് ഒരു പുതിയ അണ്ടർപാസ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ അണ്ടർപാസിൻ്റെയും അപ്രോച്ച് റോഡിൻ്റെയൊക്കെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ നിന്നും സർവീസ് റോഡ് വഴി നേരെ പോകുന്നത് കുരീപ്പുഴ കാവനാട് പാലത്തിനടുത്തേക്കാണ്.
പാലത്തിൽ എത്തുന്നതിന് മുന്നേ ഒരു എൻട്രി പോയിൻ്റ് ഉണ്ട്. മങ്ങാട് പാലത്തിലും നീരാവിൽ പാലത്തിലും കണ്ടതുപോലെ തന്നെ പാലത്തിൽ എത്തുന്നതിന് മുന്നേ ഒരു എൻട്രി പോയിൻ്റ് ഇവിടെയും നിർമ്മിച്ചിട്ടുണ്ട്. പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ കോൺക്രീറ്റ് ഭിത്തിയുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഭിത്തിയുടെ നിർമ്മാണം കഴിഞ്ഞ സ്ഥലത്ത് മണ്ണ് കൊണ്ടുവന്ന് നിറച്ച് ഉറപ്പിക്കുന്ന വർക്കാണ് നടക്കുന്നത്. ഇവിടെ നിന്നും തിരിച്ച് കടവൂർ ഭാഗത്തേക്ക് പോകാം. ഇപ്പോൾ മെയിൻ റോഡിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ കുരീപ്പുഴ കാവനാട് പാലം കഴിഞ്ഞ് ഇവിടെ ഒരു എക്സിറ്റ് പോയിൻ്റ് വരേണ്ടതാണ്. ഇപ്പോൾ അതിൻ്റെ വർക്കൊന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള എൻട്രി പോയിൻ്റാണ് നേരത്തെ കണ്ടത്. ഇവിടെ മെയിൻ റോഡിൻ്റെ വർക്ക് ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നേരത്തെ കണ്ട കുരീപ്പുഴ അണ്ടർപാസിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ കാണുന്ന പാലത്തിൻ്റെ റൈറ്റ് സൈഡിലെ അണ്ടർപാസാണ് പൂർണ്ണമായും പൊളിച്ചു മാറ്റി അവിടെ പൈലിംഗ് വർക്ക് നടക്കുന്നത്. പഴയ കൊല്ലം ബൈപ്പാസിൽ ഉള്ള അണ്ടർപാസാണ് ഇതിൻ്റെ അടിയിലുള്ളത്. ഇതിനോട് ചേർന്നാണ് പുതിയ അണ്ടർപാസ് നിർമ്മിച്ചത്. നിർമ്മാണത്തിലുള്ള അപാകത കൊണ്ടായിരിക്കാം അത് പൊളിച്ചു മാറ്റി പില്ലറിലുള്ള വർക്കാണ് ഇനി ചെയ്യുന്നത്. ഈ ഒരു അണ്ടർപാസ് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ തന്നെ ഒരു എൻട്രി പോയിൻ്റ് കാണാം. ഇത് കഴിഞ്ഞിട്ടാണ് നീരാവിൽ പാലം വരുന്നത്. അതിനുവേണ്ടിയുള്ള എൻട്രി പോയിൻ്റാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ എക്സിറ്റ് പോയിൻ്റ് നേരത്തെ കാണിച്ചു.
നീരാവിൽ പാലം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു എക്സിറ്റ് പോയിൻ്റ് വരേണ്ടതാണ്. അതിൻ്റെ നിർമ്മാണം നടന്നിട്ടില്ല. ഇവിടെ നിന്നും സർവീസ് റോഡ് വഴി കടവൂർ പാലത്തിന് അടുത്തേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പഴയ നാഷണൽ ഹൈവേയിൽ നിർമ്മിച്ചിരുന്ന RE വാൾ ബ്ലോക്കുകളാണ്. ഇപ്പോൾ അത് പൊളിച്ചു മാറ്റുന്ന വർക്കാണ് നടക്കുന്നത്. കുരീപ്പുഴ കാവനാട് പാലത്തിൻ്റെയും കാവനാട് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെയും ശക്തികുളങ്ങര ഭാഗത്തെയുമൊക്കെ വർക്കിൻ്റെ അപ്ഡേറ്റുമായി ഉടനെ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.